ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വ്യത്യസ്ത ടേസ്റ്റിലുള്ള ഒരു ഫലൂഡയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ഫലൂഡയേക്കാളും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയിലുള്ള ഫലൂഡയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് എടുത്തിട്ടുണ്ട്. അതായത് കറുത്ത കസ്കസ്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് നമ്മൾ സാധാരണ എല്ലാ ഫലൂഡയിലും ചേർക്കുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ജെല്ല് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ജെലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസും എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗ് രീതിയിലൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ ഒന്ന് കുതിർന്ന് വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ബൗള്, ജലാറ്റിനുള്ള ബൗൾ വെച്ചിട്ടാണ് കേട്ടോ ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു കപ്പ് ഇളനീർ വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ജെല്ല് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആ പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ മെൽറ്റാക്കി എടുത്തിട്ടുള്ള ആ ഒരു ജലാറ്റിനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ചൈന ഗ്രാസാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇളനീർ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇളനീർ വെള്ളം ചൂടാക്കി എടുത്താൽ മാത്രം ആ ചൂടുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴുള്ള ചൈന ഗ്രാസ് അതിൽ മെൽറ്റായി കിട്ടുക. പിന്നെ ജലത്തിനാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, തണുത്തതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇളനീർ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ഇളനീര് ഇതുപോലെ നീളത്തിലൊന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫലൂദയിലേക്ക് സേമിയ എടുക്കുന്നില്ല കേട്ടോ. അതിന് പകരം നമ്മൾ ഇളനീരിൻ്റെ പീസ് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞ് വെച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇളനീരിൻ്റെ ഒരു മിക്സും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇളനീര് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇളനീരിൻ്റെ പീസിൽ ചിലപ്പോൾ ചെറുതായിട്ടുള്ള ചിരട്ടപ്പൊട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് അല്പം ഇളനീർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇതൊന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇളനീർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ മധുരം കുറവുണ്ടെങ്കിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, പിന്നെ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസിൻ്റെ ഫോമിലാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ നമ്മുടെ ജെല്ലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പീസാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫലൂഡയൊക്കെ സെറ്റ് ചെയ്യുന്ന ആ ഒരു നീളത്തിലുള്ള ഗ്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ആദ്യം തന്നെ ജെല്ല് ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ കാണാനും കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അടിയിൽ നല്ലൊരു ഗ്ലാസിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടാതെ ഇരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള ലെയറുകളൊക്കെ വരിക. അപ്പോൾ ഇത്രയും ഞാൻ ജെല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത ലെയറായിട്ട് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ, കറുത്ത കസ്കസ് കുതിർത്ത് വെച്ചത്, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മളിങ്ങനെ ഗ്ലാസിൻ്റെ സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴുള്ള പുറത്തുനിന്നുള്ള ഭംഗി ഉണ്ടാവും കേട്ടോ. ഒന്ന് കാണുമ്പോൾ ഒരു ലെയറായിട്ട് കാണണം നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഗ്ലാസിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്നിങ്ങനെ കയറ്റിയിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പീസുകളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും ഒരു ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളതൊക്കെ ഓരോരുത്തർക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് കാണുന്ന വിധത്തിൽ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം.
ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഗ്ലാസ് ബ്ലാക്ക് വൈറ്റ് അങ്ങനെ ഒരു ഗ്ലാസ് കാണുന്ന വിധത്തിൽ നമ്മൾ അടിയത്തെ ലെയർ കൊടുത്തു, പിന്നെ ബ്ലാക്ക് കൊടുത്തു, പിന്നെ നമ്മുടെ ഇളനീരിൻ്റെ ആ ഒരു വെള്ളയും അതുപോലെ വാനില ഐസ്ക്രീമിൻ്റെ ആ ഒരു ക്രീം കളറാണല്ലോ വാനില ഐസ്ക്രീമിന്, ആ ഒരു കളറും അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതും ഐസ്ക്രീമും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഇളനീരും കണ്ടൻസ്ഡ് മിൽക്കും ഇളനീർ വെള്ളം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അത് ഇതുപോലൊരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ കാണാൻ കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കസ്കസ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്കസ് ഇതുപോലെ ഒരു സൈഡിലേക്കായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്, പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിൽ വേറെ കളറുകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഫുള്ളായിട്ട് ഈ ഒരു വൈറ്റ് ബ്ലാക്ക് ക്രീം ആ ഒരു കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി കുറച്ച് ഒരു 2-3 അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ ജെല്ലുണ്ടല്ലോ ഇളനീർ വെള്ളത്തിൻ്റെ ജെല്ല്, ആ ജെല്ലും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഇളനീർ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.